Good afternoon, all. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണ് എന്ന് നോക്കുന്നതിന് മുന്നേ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഗ്രാം കോൾഡ് പ്രിലിംസ് മെയിൻസ് കമ്പാനിയൻ. വാട്ട് ഈസ് ദിസ് പ്രോഗ്രാം? ദിസ് ഇസ് എൻ ഇൻ്റഗ്രേറ്റഡ് മെയിൻസ് ആൻഡ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ്. എന്നാൽ ടെസ്റ്റ് സീരീസ് മാത്രമല്ല, ഇറ്റ്സ് ഇൻക്ലൂഡഡ് ക്ലാസ്സസ് ആൻഡ് മെറ്റീരിയൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇപ്പോൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടാവും, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും ഒരു നല്ലൊരു രീതിയിലല്ല അല്ലെങ്കിൽ സ്ട്രാറ്റജിയിലല്ല പോകുന്നത്. മെറ്റീരിയൽസ് പല സ്ഥലത്ത് നിന്ന് സോഴ്സ് ചെയ്യുന്നു, അല്ലാതെ ക്ലാസ് പലതും കേൾക്കുന്നു, ഡെയിലി ഒരു ടൈം ടേബിൾ ഇല്ല, ഡെയിലി എന്ത് പഠിക്കുന്ന ടൈം ടേബിൾ ഇല്ല, വീക്കിലി എന്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഇല്ല. ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ. ഇനി നിങ്ങൾ പ്രിലിംസ് മെയിൻസ് ഇത്ര നാൾ പഠിക്കാത്ത ആൾക്കാരാണോ? നോ പ്രോബ്ലം, ജോയിൻ ദിസ് പ്രോഗ്രാം ആൻഡ് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾ ഇതുവരെ എന്തായിരുന്നു നോക്കണ്ട. ഇനി മുതൽ ഈ പ്രോഗ്രാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് യു ജോയിൻ ദിസ് പ്രോഗ്രാം യുവർ എൻറ്റയർ മെയിൻസ് ആൻഡ് പ്രിപ്പറേഷൻ will be done. Okay, so this is an integrated prelims mains program. So what are the features? This is an hybrid program ആണ്. ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. വൺസ് യു ജോയിൻഡ് യു വിൽ സെൻഡ് മെറ്റീരിയൽസ് ഫോർ യു. ഫിലിംസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ അല്ലെങ്കിൽ മെയിൻസിൻ്റെ ഫിലിംസിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ദെൻ അതിൻ്റെ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സമ്മറി ക്ലാസ്സസ് വുഡ് ബി ദർ ആൻഡ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ഉണ്ടാകും. മെയിൻസിൻ്റെ കേസിലാണെങ്കിൽ, ഫിലിംസിൻ്റെ കേസിലാണെങ്കിൽ ദർ വുഡ് ബി ഡെയിലി MCQ ടെസ്റ്റ്. സോ ദ വീക്കെൻഡ് ദർ വുഡ് ബി സബ്ജക്ട് ടെസ്റ്റ് അഥവാ സെക്ഷൻ ടെസ്റ്റ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ദർ വുഡ് ബി full length test for your mains and prelims. So this is a one-stop solution and we would assign a mentor for you. നിങ്ങൾക്ക് ഒരു മെൻറ്റർ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. ആ മെൻറ്റർ പ്രോപ്പറായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ സകലതും ഒരു മെൻറ്റർ നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. സോ ദിസ് പ്രോഗ്രാം ഈസ് ഹെൽപ്ഫുൾ ഫോർ ബിഗിനേഴ്സ്, റിപ്പീറ്റേഴ്സ് ആൻഡ് വർക്കിംഗ് പ്രൊഫഷണൽസ് ഓൾസോ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദ സ്റ്റുഡൻസ് ഇൻ ഡിഗ്രി സ്റ്റുഡൻസിനാണെങ്കിലും ഹെൽപ്പായിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യു ക്യാൻ ജോയിൻ by contacting us with this number. Okay, then we are starting our newspaper analysis. The first news: warning signals for India from NATO's Ankara summit. നാറ്റോയുടെ, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ സബ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അറ്റ് അങ്കാര ഇൻ ടർക്കി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് മീറ്റിങ്ങിൽ എടുത്തേക്കുന്ന തീരുമാനങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ നാറ്റോ, ഇത്തരം കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ന്യൂസ്: റീസെൻ്റ്ലി ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഡെക്സ്, നമുക്കൊരു 9 കോർ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് പണ്ട് 8 കോർ ഇൻഡസ്ട്രീസ് ഉണ്ടായുള്ളൂ. അവരുടെ ഗ്രോത്ത് മെഷർ ചെയ്യുന്നതാണ് ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തഡോളജിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജൂണിൽ ഈ പ്രാവശ്യം ഒരു 5% ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് ഈ കോർ ഇൻഡസ്ട്രീസ്. സോ അതാണ് ന്യൂസ്. അപ്പോൾ കോർ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കും, എന്തൊക്കെയാണ് പുതിയ മെത്തഡോളജിയിലുള്ള മാറ്റങ്ങൾ നോക്കും. ഓക്കെ, റീസെൻറ്റ് ഡാറ്റാസ് ഒക്കെ കവർ ചെയ്യുന്നതായിരിക്കും. ദെൻ SE പെർമിറ്റ്സ് താജ് ട്രപ്പേസിയം സോൺ authority to process a MSME application. We have an area called Taj Trapezium Zone. അതായത് താജ്മഹൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, താജ്മഹലിൻ്റെ ചുറ്റുമുള്ള പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ഒരു ഒരു ട്രപ്പേസിയം എന്ന് പറയുന്ന ഷേപ്പിൽ ഒരു ഷേപ്പാണ് ലൈക്ക് ദിസ്, ഇങ്ങനൊരു ഷേപ്പാണ് ട്രപ്പേസിയം എന്ന് പറയുന്നത്. അപ്പോൾ താജ്മഹൽ ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഷേപ്പിലുള്ള ഏരിയസിൽ എയർ പൊല്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അത് സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു. സോ ഇവിടെയൊന്നും പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒന്നും ലൊക്കേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് താജ് ട്രപ്പേസിയം സോൺ എന്ന് പറയുന്നത്. സോ അവിടെ ഇപ്പോൾ നിലവിൽ കുറച്ച് നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള MSMEസിനൊക്കെ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനൊക്കെ ഇൻഡസ്ട്രി തുടങ്ങാൻ, ഓക്കെ, അതുപോലെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള അനുവാദം ഈ അടുത്ത് സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ്. ദെൻ ഗ്ലോബൽ വാട്ടർ വേസ് ഷുഡ് ബി സേഫ് അൺഇംപീഡഡ് ജയശങ്കർ. അതായത് ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ് നടന്നിട്ടുണ്ട്. ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ജയശങ്കറാണ്, ദ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. സോ ആ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് ഇന്ത്യ തീരുമാനിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, ദാറ്റ്സ് ഓക്കെ.
Then starting from the first clause. The NATO summit held in Ankara, Turkey on the 7th and 8th July 2026 reviewed progress since the 2025 Hague summit in Netherlands and adopted measures to strengthen the collective defense and amid the growing geopolitical tensions. അതായത് നാറ്റോൻ്റെ ഒരു സബ്മിറ്റ് നടന്നു, അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഒരു സബ്മിറ്റ് നടന്നു. എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ അങ്കാര, ഇറ്റ് ഇസ് എ ക്യാപിറ്റൽ ഓഫ് ടർക്കി. ഓക്കെ, പണ്ട് ഇതിനായിട്ട് 2025 ഒരു വർഷം മുന്നേ നടന്നിരുന്നത് ഹേഗിലായിരുന്നു, ജസ്റ്റ് നെതർലാൻഡിലായിരുന്നു ആ മീറ്റിംഗ് നടന്നായിരുന്നു. അപ്പോൾ ഹേഗിൽ നമ്മൾ എന്തൊക്കെയാണ് തീരുമാനിച്ചത്, അവിടുത്തെ മീറ്റിംഗിൽ എന്തൊക്കെ തീരുമാനിച്ചോ അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അങ്കാര തീരുമാനിച്ചിട്ടുണ്ട്. അങ്കാരയിൽ വെച്ച സബ്മിറ്റിൽ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. ലൈക്ക് വെസ്റ്റ് ഏഷ്യയിൽ ക്രൈസിസ് നടക്കുന്നുണ്ട്, ഇറാൻ US യുദ്ധം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് സീയിൽ ഇപ്പോൾ ഹൂത്തീസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഭാഗത്ത് ഇപ്പം ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. സോ ഇങ്ങനെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നാറ്റോ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചു ഈ അങ്കാരയിൽ നടന്ന മീറ്റിങ്ങിൽ. ഓക്കെ, ബിഫോർ ഗോയിങ് ടു ദ ന്യൂസ്, ഞാൻ എന്താണ് നാറ്റോ എന്ന് പറയാം. നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എന്താ? ഫുൾ ഫോം ഈസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ആൻ ഇന്റർ ഗവൺമെന്റ് മിലിറ്ററി അലയൻസ്, കളക്റ്റീവ് സെക്യൂരിറ്റി അലയൻസ്. അതായത് ഇതൊരു മിലിറ്ററി അലയൻസ്. സാധാരണ ഗവൺമെന്റിലെ പൊളിറ്റിക്കൽ ലെവലുള്ള ഒരു ഓർഗനൈസേഷൻ ഒന്നുമല്ല. ഇപ്പോൾ US, UK, ഡെൻമാർക്ക്, ഇതുപോലുള്ള സ്പെയിൻ, ഇപ്പോൾ സ്വീഡൻ, ഫിൻലാൻഡ് ഇതുപോലുള്ള രാജ്യങ്ങളുടെ എല്ലാവരും മിലിറ്ററി തമ്മിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ പറഞ്ഞ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ മിലിറ്ററി അലയൻസ്. ഇത് 1949 ഏപ്രിൽ 4 ഇത് നിലവിൽ വന്നത്. ആ നിലവിൽ വന്നേക്കുന്ന എഗ്രിമെന്റിനെ പറയുന്നതാണ് വാഷിംഗ്ടൺ ട്രീറ്റി അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ ഇസ് ഇൻ ബ്രൂസൽസ് ഇൻ ബെൽജിയം. ഇപ്പോൾ നിലവിൽ ആ ഓർഗനൈസേഷനിൽ 32 പേരുണ്ട്. അവസാനം ജോയിൻ ചെയ്ത 2 ആൾക്കാർ ഇത് പഠിച്ചു വെക്കണം. ഫിൻലാൻഡ് 2023 സ്വീഡൻ 2024 ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ജോയിൻ ചെയ്തേക്കുന്നത് സ്വീഡനാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ? ഓക്കെ, ഇതൊരു മിലിറ്ററി അലയൻസ് ആണെന്ന് പറഞ്ഞില്ലേ. അതായത് ഇതൊരു 32 രാജ്യങ്ങളുടെ ഒരു അലയൻസ് ആണ്. ഒരു രാജ്യത്തിന് മറ്റ് ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അറ്റാക്ക് ചെയ്യുന്ന രാജ്യം ഈ 32 രാജ്യങ്ങളുടെയും ശത്രുവായിരിക്കും. ഓക്കെ, വേറെ ഏതെങ്കിലും രാജ്യം ഈ 32 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് അറ്റാക്ക് ചെയ്താൽ പോലും എൻറ്റയർ ഈ 32 കൺട്രീസ് വുഡ് അറ്റാക്ക് അത്. അതായത് ഒരു മിലിറ്ററി അലയൻസാണ്. ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അത് ചോദിക്കാൻ ചെല്ലും. അത് യുദ്ധമായിട്ട് തന്നെ വേണം നിർബന്ധമില്ല. സപ്പോസ് ഇപ്പോൾ UK ഇന്ത്യ പോയി അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ഇന്ത്യ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നാറ്റോ, നാറ്റോയിൽ ഇല്ലാത്ത രാജ്യമാണ്. ഇന്ത്യ പോയി US അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ നാറ്റോയിലുള്ള എല്ലാവരും ഇന്ത്യനെ അറ്റാക്ക് ചെയ്യും. ബട്ട് ആ അറ്റാക്ക് എന്ന് പറയുന്നത് യുദ്ധം, പീരങ്കിയും എല്ലാം വെച്ചായിരിക്കും നിർബന്ധമില്ല. ഇന്ത്യക്കെതിരെ ഒരുപാട് സാങ്ഷൻസ് കൊണ്ടുവരും, ഇന്ത്യക്കെതിരെയായിട്ടുള്ള കുറേ മെഷേഴ്സ് എടുക്കും. അങ്ങനെ യുദ്ധം എന്ന് പറയുമ്പോൾ ഈ ആയുധങ്ങൾ വെച്ച് അല്ലാണ്ട് മറ്റു രീതിയിൽ മറ്റു രാജ്യങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങും. Then it promote the peace, stability and military cooperation in the North Atlantic region. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ആ മേഖലയിൽ, അതായത് യൂറോപ്യൻ മേഖല, നോർത്ത് അമേരിക്കൻ മേഖലയിൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ്. സോ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ആർട്ടിക്കിൾ 5 എന്തായാലും അറിഞ്ഞിരിക്കണം. അതാണ് ഈ കളക്റ്റീവ് ഡിഫൻസ് ക്ലോസ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞില്ലേ, കളക്റ്റീവ് സെക്യൂരിറ്റി, അതിനെക്കുറിച്ച് പറയുന്നത് ഇതാണ്. പക്ഷെ നിലവിൽ ഒരു പ്രാവശ്യം മാത്രമേ അത് ആ ഒരു പ്രിൻസിപ്പിൾ ഇൻവോക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. 2001 9/11 ടെററിസ്റ്റ് അറ്റാക്ക് US സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മാത്രമേ നമ്മൾ ഈ കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മൾ ഇൻവോക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായുള്ളൂ. ദെൻ മെമ്പർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുള്ള രാജ്യങ്ങളാണ് അതിനകത്ത് മെമ്പേഴ്സ് മെയിനായിട്ടും. ഫൗണ്ട് ചെയ്ത സമയത്ത് 12 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് USA, UK, ഫ്രാൻസ്, കാനഡ. പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ നിലവിൽ 32 മെമ്പേഴ്സ് ഉണ്ട്. ലാസ്റ്റ് ജോയിൻ ചെയ്തേക്കുന്നത് ഫിൻലാൻഡാണ്, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ജോയിൻ ചെയ്തേക്കുന്നത് സ്വീഡനാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ നോക്കാം. നാറ്റോയിൽ മെജോറിറ്റി വോട്ടിംഗ് അല്ല നടക്കുന്നത്. അതായത് നാറ്റോയിൽ ഒരു കാര്യം തീരുമാനിക്കുന്നത് വോട്ട് ചെയ്തിട്ടല്ല. ഒരു രാജ്യം പോലും, ഇപ്പം 32 രാജ്യത്തിൽ ഒരു രാജ്യം പോലും ഒരു ഒപ്പീനിയനെ എതിർക്കുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ തീരുമാനം ആ 32 രാജ്യങ്ങളും എടുക്കും.
അല്ലാതെ മെജോറിറ്റി വോട്ടിങ്ങിൽ ഇപ്പോൾ 32 രാജ്യങ്ങളിൽ ഇപ്പോൾ 17 രാജ്യങ്ങൾ ഒരു കാര്യം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തീരുമാനം നമുക്ക് ഒഫീഷ്യലി തീരുമാനിക്കാം എന്നല്ല ഓർഗനൈസേഷൻ പറയുന്നത്. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അങ്ങനെയല്ല, മറിച്ച് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 32 രാജ്യങ്ങളുണ്ട്. ആ 32 രാജ്യങ്ങളിലെ എല്ലാവർക്കും ഈക്വൽ വോയിസ്. ഒരു കാര്യം, ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു രാജ്യം എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാറ്റോ പിന്നെ ആ ഡിസിഷൻ എടുക്കത്തില്ല. അങ്ങനെയാണ്. അപ്പോൾ ഒരു മെജോറിറ്റി വോട്ടിന്റെ ബേസിസ് അല്ല ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. ഓക്കെ. ദെൻ മേജർ ഓർഗൻസ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ കീഴിൽ നോർത്ത് അറ്റ്ലാന്റിക് കൗൺസിൽ, ദിസ് ഇസ് ദ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി. പ്രധാനപ്പെട്ട ഡിസിഷൻസ് എല്ലാം നാറ്റോയുടെ എടുക്കുന്നത് ദിസ് നോർത്ത് അറ്റ്ലാന്റിക് കൗൺസിലാണ്. സെക്രട്ടറി ജനറൽ, മിലിറ്ററി കമ്മിറ്റി മുതലായിട്ടുള്ള കുറച്ച് ഓർഗൻസും ഇതിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് നാറ്റോ. ഓക്കെ. ഇന്ത്യ നമ്മുടെ യുദ്ധത്തിന്റെ കാര്യങ്ങളാണ്, ഈ മിലിറ്ററി ബേസിൽ നമ്മൾ ഒരു രാജ്യത്തിനായിട്ട് നമ്മൾ അലയൻസ് ഇല്ല. നമ്മുടെ സ്വന്തം കാര്യം, സ്വന്തം കാര്യം എന്നല്ല, നമ്മുടെ മിലിറ്ററിയും കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിലെ നമുക്ക് വി ഹാവ് സൊവേറിനിറ്റി, മിലിറ്ററി സൊവേറിനിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു രാജ്യത്തിനായിട്ടും ഇതുവരെയായിട്ടും മിലിറ്ററി അലയൻസ് നമ്മൾ വന്നിട്ടില്ല. ഓക്കെ. ദെൻ ഇന്ത്യ കോപ്പറേറ്റ്സ് വിത്ത് നാറ്റോ. നാറ്റോനായിട്ട് ചില മേഖലയിൽ ഇന്ത്യ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ദ മാരിടൈം സെക്യൂരിറ്റി, കൗണ്ടർ ടെററിസം, ഡിസാസ്റ്റർ റിലീഫ്, ഇതിലൊക്കെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ മേജർ ഔട്ട്കംസ് ഓഫ് ദ സബ്മിറ്റ് എന്തൊക്കെയാണ് തീരുമാനിച്ചത്? അങ്കാരയിൽ ഇപ്പോൾ സബ്മിറ്റ് നടന്നിട്ടുണ്ട്. സബ്മിറ്റ് തീരുമാനിച്ച കാര്യങ്ങൾ, ഒന്നാണ് റീഅഫേം ദ ആർട്ടിക്കിൾ 5. ആർട്ടിക്കിൾ 5 എന്താ? കളക്റ്റീവ് ഡിഫൻസ് കമ്മിറ്റ്മെന്റ് ഒന്നും കൂടി ഒന്ന് ശക്തമാക്കി. അടുത്തത്, നാറ്റോ മെമ്പേഴ്സ് അവരുടെ 5% GDP-യുടെ 5% ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ആയുധങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ റിസർച്ചിനും അതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ റീട്രേറ്റഡ് സപ്പോർട്ട് ഫോർ ദ യുക്രൈൻസ് സോവറിനിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. വി നോ ദാറ്റ് 2023-22 ആ സമയത്ത് തൊട്ടേ റഷ്യ യുക്രൈൻ വാർ നടക്കുന്നത് 2023 തൊട്ട്. അപ്പോൾ അവിടെ നാറ്റോ ആക്ച്വലി യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് കണ്ടിന്യൂ ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ യൂറോപ്പിൻ്റെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിഫൻസിൻ്റെ മേഖലയിൽ വെപ്പൺസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൽ റിസർച്ച് ചെയ്യുക, അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന ഇതുപോലെ ഒരു 4 പ്രധാനപ്പെട്ട ഡിസിഷൻ ഈ ഒരു മീറ്റിംഗിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡിഫൻസ് എന്താണ്? ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ്. ഇവിടെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് കൂട്ടുമെന്ന് പറഞ്ഞില്ലേ യൂറോപ്പിൻ്റെ. അതായത് ഡിഫൻസ് മാനുഫാക്ചറേഴ്സ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കിൽഡ് വർക്ക് ഫോഴ്സ്, സപ്ലൈ ചെയിൻ, ഡിഫൻസ് ടെക്നോളജി എക്കോസിസ്റ്റം, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യും എന്നും പറയുന്നു. ഓക്കെ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബിൽഡ് മിലിറ്ററി സെൽഫ് റിലയൻസ് ആൻഡ് ഇൻക്രീസ് ഡിഫൻസ് പ്രൊഡക്ഷൻ. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ മിലിറ്ററിയുടെ അല്ലെങ്കിൽ ഡിഫൻസിൻ്റെ മേഖലയിൽ സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താൻ വേണ്ടി ദിസ് ഡിസിഷൻ വുഡ് ബി ഹെൽപ്ഫുൾ. ദെൻ റഷ്യ നാറ്റോ ടെൻഷൻ. ആക്ച്വലി നമ്മൾ നാറ്റോ ഫോം ചെയ്തത് തന്നെ റഷ്യക്കെതിരെയായിട്ടാണ് പണ്ട് ഫോം ചെയ്തത്. കോൾഡ് വാറിൻ്റെ സമയത്ത് ഇന്ത്യയും, അത് അന്ന് USSR ആയിരുന്നു, അത് റഷ്യ USSR ആയിരുന്നു. അപ്പോൾ റഷ്യക്കെതിരെ വന്നേക്കുന്നതായിരുന്നു ആക്ച്വലി നാറ്റോ. അപ്പോൾ റഷ്യ ഓപ്പോസേഴ്സ് ദ നാറ്റോ ഈസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ. നാറ്റോ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നാറ്റോ ഇപ്പോൾ 32 രാജ്യമായിരുന്നു. അവസാനമായിട്ട് ജോയിൻ ചെയ്തത് സ്വീഡൻ ആയിരുന്നു, എന്നിട്ട് മുന്നേ ഫിൻലാൻഡ്. അപ്പോൾ അവരൊക്കെ ജോയിൻ ചെയ്തത് റീസെൻ്റ്ലിയാണ്. അപ്പോൾ അതിനെയൊക്കെ റഷ്യ എതിർക്കുന്നുണ്ട്. കാരണം നാറ്റോ ആക്ച്വലി റഷ്യക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ. ദെൻ നമ്മുടെ യുക്രൈൻ്റെ സമയത്തൊക്കെ വാർ ഉണ്ടാകുന്ന സമയത്ത് യുക്രൈൻ നാറ്റോയിൽ ജോയിൻ ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിരെയാണ് യുദ്ധം ഇപ്പോഴും നടക്കുന്നത്. ദെൻ ചലഞ്ചസ് ബിഫോർ ദ നാറ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടേജസ് ഇൻ നാറ്റോ എന്ന് പറയുമ്പോൾ മിലിറ്ററി അലയൻസ് ആണല്ലോ. സോ ദർ ഇസ് എ ഷോർട്ടേജ് ഇൻ എയർ ഡിഫൻസ് മിസൈൽസ്, പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ്, ആർട്ടിലറി അമ്യൂണിഷൻസ്. ഇതിലൊക്കെ കുറവുണ്ട്. ഡിഫൻസ് അലയൻസ് ആണെന്നുണ്ടെങ്കിലും മിലിറ്ററി അലയൻസ് ആണെങ്കിലും ഇത്തരം സാധനങ്ങൾ ഇപ്പോഴും ഷോർട്ടേജ് നേരിടുന്നത്. ദെൻ യുഎസിനെയാണ് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോർ ഡിഫൻസ് പ്രൊഡക്ഷൻ. അതായത് കണ്ടിന്യൂഡ് ഡിപ്പെൻഡൻസ് ഓൺ ദ US ഡിഫൻസ് പ്രൊഡക്ഷൻ ഡിസ്പൈറ്റ് ദ ഇൻക്രീസ് US ഡിഫൻസ് സ്പെൻഡിങ്. അതായത് ഇപ്പോൾ ഇവർക്ക് വേണ്ട ആയുധങ്ങളും കാര്യങ്ങളൊക്കെ നാറ്റോൻ്റെ ആക്ച്വലി US നിന്നിട്ടാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങുന്നത്, നാറ്റോൻ്റെ ആൾക്കാർ. സോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ദേ ആർ ഡിപ്പെൻഡിങ് മെയിൻലി ഓൺ ദ US. സോ അത് പ്രശ്നമാണ്. ദെൻ ഇംപ്ലിക്കേഷൻ ഓൺ ഇന്ത്യ. ഈ ഇത്തരം തീരുമാനങ്ങൾ ഇന്ത്യക്ക് എങ്ങനെ ബുദ്ധിമുട്ടാവാം?
First thing, increased NATO procurement may be reduce the availability of defense exports. അതായത് അവരുടെ ഡിഫൻസ് മേഖല കുറച്ചും കൂടി സ്ട്രോങ് ആക്കാമെന്ന് വിചാരിക്കാം. നാറ്റോയിലുള്ള രാജ്യങ്ങൾ 5% ഒക്കെ GDP സ്പെൻഡ് ചെയ്യുന്നതന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫൻസ് സ്പെൻഡിങ് കൂടുന്നു, അവർ കുറച്ചും കൂടി സെൽഫ് റിലയൻ്റ് ആവാൻ നോക്കുന്നു. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇന്ത്യ നാറ്റോയിലുള്ള പല രാജ്യങ്ങളിൽ നിന്നും മറ്റേ ഡിഫൻസ് വെപ്പൺസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനെ ബാധിക്കും. ഇനി അവരുടെ കാര്യം നോക്കി പോയാലോ എന്നുള്ള രീതിയിൽ ഓക്കെ, അവരുടെ മെയിൻ സാധനങ്ങൾ ഇപ്പം നമുക്ക് ഇതുപോലെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഷോർട്ടേജ് വരും. ലൈക്ക് GEF 404 എഞ്ചിൻ ഫോർ ദ LCA തേജസ്, നമ്മുടെ തേജസ് എയർക്രാഫ്റ്റിനൊക്കെ മേ ബി ഇവരുടെ എഞ്ചിൻസിൻ്റെ ഷോർട്ടേജ് വരാം. നമ്മുടെ ആത്മനിർഭർ ഭാരത് ആൻഡ് ഡിഫൻസ് മേ ബി ഈ സമയത്ത് സ്ട്രെങ്തൻ ചെയ്തേ പറ്റൂ. ഓക്കെ, അതായത് ഇനി മറ്റ് രാജ്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇനി അവരുടേതായിട്ട് കുറച്ച് മേഖലയിൽ ഫോക്കസ് ചെയ്യും. സോ വി നീഡ് ടു ഫോക്കസ് ഓൺ ദ ആത്മനിർഭർ ഭാരത് ഇൻ ഡിഫൻസ്. അതായത് നമ്മൾ തന്നെ നമ്മുടെ വെപ്പൺസ് എല്ലാം കാര്യങ്ങൾ ഫോർവേഡ് ഉണ്ടാക്കണം. സോ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഡിഫൻസ് മാനുഫാക്ചറിങ് വി നീഡ് ടു എക്സ്പാൻഡ് ദാറ്റ് ആൻഡ് ഡെവലപ്പ് കാപ്പബിലിറ്റീസ് ഇൻ ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോൺസ്, സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക് വാർഫെയർ. ഈ മേഖലയിൽ ഇന്ത്യയുടെ ശക്തി കൂട്ടേണ്ട ആവശ്യകതയും ഉണ്ട്. ദെൻ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ്? ഇത്രയും പറഞ്ഞു തന്നെയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞു അതിനെ സമ്മറൈസ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെയാണ്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് മീറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ദ നാറ്റോസ് ഷിഫ്റ്റ് ഫ്രം പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്സ് ടു മിലിറ്ററി കാപ്പബിലിറ്റി. ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് അല്ല ആ നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻസ്, ഇറ്റ്സ് എ മിലിറ്ററി കാപ്പബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദെൻ യൂറോപ്പിന്റെ സ്ട്രാറ്റജിക് ഓട്ടോണമി, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഓട്ടോണമി ഉറപ്പുവരുത്താൻ ഈ ഡിസിഷൻ ഹെൽപ്പ് ചെയ്യും. ദെൻ ചേഞ്ചിങ് ഗ്ലോബൽ സെക്യൂരിറ്റി ആർക്കിടെക്ചർ അമിഡ് ദ റഷ്യ-യുക്രൈൻ കോൺഫ്ലിക്റ്റ്. റഷ്യ-യുക്രൈൻ കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇത്തരത്തിൽ സെക്യൂരിറ്റി ആർക്കിടെക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതും ഇത്തരം ഡിസിഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദെൻ കൺസേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പ് ഡിപ്പെൻഡൻസ് ഓൺ ദ US ഡിഫൻസ് ഇൻഡസ്ട്രി. ഞാൻ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? US-നാണ്. സോ ഇറ്റ്സ് എ കൺസേൺ. ഗ്ലോബൽ ലെവലിലാണെങ്കിൽ ആംസ് ഷോർട്ടേജ് വരും. ഇനിയിപ്പോൾ ഓരോ രാജ്യങ്ങളും ഓരോ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവർ സെൽഫ് റിലയൻ്റ് ആവാൻ നോക്കുമ്പോൾ ഗ്ലോബൽ ലെവലിൽ ഇപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ വെപ്പൺസ് ആണെങ്കിൽ ദർ വുഡ് ബി ഷോർട്ടേജ് ഇൻ ദ ഗ്ലോബൽ ലെവൽ. സോ ഇറ്റ്സ് എഫക്റ്റിംഗ് ദ സപ്ലൈ ചെയിൻ. ഓക്കെ, സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, മെയിൻലി എഫക്റ്റിംഗ് ദ ഇന്ത്യ. അപ്പം ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് ഇൻഡിജിനൈസേഷൻ ചെയ്യുക, നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഡിഫൻസ് മേഖലയിൽ ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ എമേർജിംഗ് ഡിഫൻസ് ടെക്നോളജീസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ, ഡ്രോൺസ്, ഈ മേഖലയിലൊക്കെ ഇന്ത്യ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ ഫോക്കസ് ഓൺ ദ സെൽഫ് റിലയൻസ്, ഓക്കെ, റിസൈലൻസ് ഓഫ് ഡിഫൻസ് സപ്ലൈ ചെയിൻ. നമ്മുടെ സപ്ലൈ ചെയിൻസ് ഒക്കെ സ്ട്രോങ് ആക്കുക. ഓക്കെ, ഡൈവേഴ്സിഫൈ ചെയ്യാം. ഇപ്പം നമ്മൾ നാറ്റോയുള്ള രാജ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് മറ്റ് വെപ്പൺസ് ഒക്കെ ലഭിക്കാനായിട്ട് മറ്റ് രാജ്യങ്ങളെ ആ സോഴ്സസ് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ലതാണ്. Then the second news, this news talks that index of core industries has been revised with a new base year, updated methodology, revised sectoral weights and inclusion of iron ore, making it more representative of the current economy. അതായത് ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നൊരു ഇൻഡെക്സ് ഉണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പല ബേസ് ഇയർ മാറ്റിയിട്ടുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തഡോളജിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സെക്ടോറൽ വെയ്റ്റ്സ്, ഇതിൽ ഒരു 9 സെക്ടേഴ്സ് ഉണ്ട്, അതിലും കൊടുത്തിരുന്ന വെയിറ്റുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ അയൺ ഓർ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ആക്ച്വലി ദിസ് ഇൻഡെക്സ്, ദ ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് ഇസ് മോർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കറണ്ട് എക്കണോമി. ഇപ്പം നിലവിലെ എക്കണോമി എങ്ങനെയാണോ അതിനെ കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് പിക്ചർ ഈ ഒരു ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പുതിയ അപ്ഡേറ്റ് കാരണം. ഓക്കെ, ഇതാണ് ന്യൂസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ദ ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് നോക്കാം. ദ ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് മെഷേഴ്സ് ദ പെർഫോമൻസ് ഓഫ് കോർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസ് ഉണ്ട്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ്. ഏതൊക്കെ സെക്ടേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 സെക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ് ഇവർ നോക്കുന്നത്.
കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി ആൻഡ് അയൺ ഓർ. പണ്ട് ഈ 8 ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, 8 കോർ ഇൻഡസ്ട്രീസ് എന്ന്. ഇത് റീസെന്റ് ആഡ് ചെയ്തിരിക്കുന്ന അയൺ ഓർ എന്ന് പറഞ്ഞാൽ റീസെന്റ് ആഡ് ചെയ്തിരിക്കുന്നതാണ്. സോ മേജർ ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് അയൺ ഓർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ്. ഇനി എന്തൊക്കെ ചെയ്ത് ഈ അടുത്ത് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് പിന്നെ ബേസ് ഇയർ മാറ്റി. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ വെച്ച് കമ്പയർ ചെയ്യും. ആ വർഷത്തിൽ എങ്ങനെയാണ് അത് വെച്ച് കമ്പയർ ചെയ്യും ഇല്ലേ? ആ വർഷത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഒരു ഇയറിനെ ബേസ് ഇയർ ആയിട്ട് വെക്കും. പണ്ട് ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബേസ് ഇയർ വാസ് 2011-12 ആയിരുന്നു. ഇപ്പോൾ നിലവിൽ 2022-23 എടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ സെക്ടോറൽ വെയ്റ്റ്സ് റിവൈസ്ഡ്. അതായത് ഇതിലെ 8-9 സെക്ടേഴ്സിൽ ആ ഇൻഡെക്സിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ സെക്ടേഴ്സിനും വെയിറ്റ് കൊടുക്കാറുണ്ട്. ഇത്ര പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് കൊടുക്കാറുണ്ട്. അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് മെത്തഡോളജി ഫോർ കോൾ ആൻഡ് സ്റ്റീൽ ടു എലിമിനേറ്റ് ദ ഡബിൾ കൗണ്ടിങ്. ഈ ഡബിൾ കൗണ്ടിങ് ഓഫ് സ്റ്റീൽ ആൻഡ് കോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ വിചാരിക്കാം ഒരു 100 യൂണിറ്റ് കോള് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കോൾ ഈ പറഞ്ഞ പോലെ ഇതിലൊരു ഇൻഡസ്ട്രിയാണ്. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് ആ 100 യൂണിറ്റ് എടുത്തിട്ട് ഇപ്പോൾ കോൾ ഇത് ഔട്ട്പുട്ടാണ് കേട്ടോ, കോളിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, കോൾ മേഖലയിൽ 100 യൂണിറ്റ് ഉണ്ടാക്കി. ഈ ഔട്ട്പുട്ട് എടുത്തിട്ട് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു 50 യൂണിറ്റ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താ ഈ ഇൻഡസ്ട്രീസ് എന്താ പറയുക കാര്യമായിട്ട് നോക്കുമ്പോൾ ഓക്കെ ഇവിടെ 100 യൂണിറ്റ് കോൾ ഉണ്ടായിട്ടുണ്ട്, 50 യൂണിറ്റ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ജനറലി എന്തുണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ 100 യൂണിറ്റ് കോൾ എടുത്തിട്ടാണ് ഈ 50 യൂണിറ്റ് സ്റ്റീൽ ഉണ്ടാക്കിയത്. സോ ആക്ച്വലി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇൻപുട്ടായിട്ട്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കോള് 100 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തു 100. ഓക്കെ, പിന്നെ സ്റ്റീൽ 50 ഉണ്ടായിട്ടുണ്ട്, സോ 150. ഓക്കെ, 150 യൂണിറ്റ് ഓഫ് ടോട്ടൽ പെർഫോമൻസ് നോക്കുമ്പോൾ അങ്ങനെ ടോട്ടൽ എടുക്കും. എന്നാൽ ഇവിടുത്തെ കോൾ ഇവിടെ കൺസ്യൂം ചെയ്ത് പോയി, അതിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കാറില്ല. ഓക്കെ, അപ്പോൾ പണ്ട് ഡബിൾ കൗണ്ടിങ് ആയിരുന്നു, രണ്ടും കൗണ്ട് ആയിരുന്നു. ഇപ്പോൾ ഡബിൾ കൗണ്ടിങ് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇലക്ട്രിസിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. ഈ ഒരു ഇൻഡസ്ട്രീസിൽ ഇലക്ട്രിസിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവർ ഒരു 30% മേലെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഇത്തരം വെയിറ്റേജ് മാറ്റം വരുത്തിയിട്ടുണ്ട്, അത് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ദെൻ 2026 ജൂണിൽ 5% ഈ പറയുന്ന ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് 5 മാസത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് ഗ്രോത്ത് ആണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഗ്രോത്ത് സംഭവിച്ചേക്കുന്ന 9 സെക്ടേഴ്സിൽ 2 സെക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് സംഭവിച്ചേക്കുന്നത്. അയൺ ഓറും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും ആണ് സംഭവിച്ചിരിക്കുന്നത്. ബട്ട് ഒരു കാര്യം, അയൺ ഇത്രയും പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കാൻ കാരണം കമ്പയർ ടു ദ പ്രീവിയസ് ഇയർ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം ഇറ്റ്സ് ഡ്യൂ ടു എ ബേസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൺ കാരണം. ബേസ് എഫക്റ്റ് ഓൾറെഡി ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ബേസ് എഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് കഴിഞ്ഞ വർഷം 20 യൂണിറ്റാണ് അയൺ ഓർ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് വിചാരിക്കാം. ഈ വർഷം 40 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു 100% ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ആക്ച്വൽ വാല്യൂ നോക്കുമ്പോൾ 20-40 എന്നേ ഉള്ളൂ. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഒരു 80 യൂണിറ്റാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഇപ്പോൾ 100 യൂണിറ്റാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അയൺ ഓർ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 80-ൽ നിന്നൊരു 100-ലോട്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കുമ്പോൾ സപ്പോസ് ഞാൻ വിചാരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ഒരു 25% ആണ് കൂടിയേക്കണമെന്ന് വിചാരിക്കും. കറക്റ്റ് അതായിരിക്കില്ല, അത് ചെയ്യാനാണ് മീൻസ് ടൈം പോകണമെന്ന് ചെയ്യാറ്. അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 25%, ഇവിടെ 100% ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടന്നേക്കുന്നത്? ഇവിടെയല്ലേ. 100 യൂണിറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കമ്പയർ ടു ദ കഴിഞ്ഞ വർഷം 80 യൂണിറ്റിൽ നിന്ന് ഇപ്പം 100 യൂണിറ്റ് ആയി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഗ്രോത്ത് റേറ്റ് കുറവാണ്. ഓക്കെ, പക്ഷെ ഇവിടെ 20 യൂണിറ്റിൽ നിന്ന് ഇപ്രാവശ്യം 40 പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി ഉണ്ടായിരിക്കുന്നതിൻ്റെ അളവ് കുറവാണെങ്കിലും
പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ 100% കാണിക്കുന്നത്. സോ ദിസ് ഈസ് ദ ബേസ് എഫക്റ്റ്. ഗ്രോത്ത് നോക്കിയപ്പോൾ 100%, ആക്ച്വൽ പ്രൊഡക്ഷൻ്റെ ലെവൽ വളരെ കുറവാണ്. ഇതുകൊണ്ടാണ് അയൺ ഓറിൽ ഇത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവാൻ സാധിക്കും. കാരണം കഴിഞ്ഞ വർഷം അയൺ ഓറൊക്കെ വളരെ മോശമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സെക്ടറായിരുന്നു. ദെൻ സ്ട്രക്ചറൽ കൺസേൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ ഔട്ട്പുട്ട് ഹാസ് കോൺട്രാക്റ്റഡ് ഫോർ 18 കോൺസിക്യൂട്ടീവ് മന്ത്സ്. 18 മാസമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷനും ഔട്ട്പുട്ടൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെയും ഔട്ട്പുട്ട് വളരെ കുറവാണ്. ഈ മേഖല 8 സെക്ടേഴ്സിൽ നോക്കുമ്പോൾ ഈ 2 സെക്ടേഴ്സ് മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദെൻ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആണ് കേട്ടോ. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് പുറത്തേക്ക് വിടുന്നത്. Then what is the significance of this industry? Significance of this index? First thing, it provides an accurate picture of the industrial activity. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി നിലവിലെ പെർഫോമൻസ് എങ്ങനെയാണ് കൃത്യമായിട്ട് കാണിച്ചത്. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ എന്തായാലും സ്ട്രക്ചറൽ ചേഞ്ചസ്, എക്കണോമിയിൽ എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നും ഈ ഇൻഡെക്സ് കാണിക്കും. അതുപോലെ തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസി മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഡെക്സ് ആണ് ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ബട്ട് ദർ ഈസ് ഫേസിങ് സം ചലഞ്ചസ്. ഫസ്റ്റ് തിങ് ഈസ് ക്രൂഡ് ഓയിൽ, അഥവാ നമ്മൾ പെട്രോളിയം കേസ് പറഞ്ഞ നാച്ചുറൽ ഗ്യാസ്. ഈ മേഖല ഇപ്പോൾ നിലവിലും പേഴ്സിസ്റ്റന്റ് ഡിക്ലൈനാണ് കാണിക്കുന്നത് ഈ ഒരു സെക്ടേഴ്സിൽ. ദെൻ ബേസ് എഫക്റ്റ് കാരണമാണ് ചില മേഖലയിൽ നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റുന്നത്, ലൈക്ക് അയൺ ഓറിൻ്റെ കേസ്. അതുപോലെ തന്നെ പല മിനിസ്ട്രീസും തമ്മിൽ ഒരു കോർഡിനേഷൻ്റെ കുറവ് ഇവിടെ ഉണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ കോർഡിനേഷനിൽ വളരെ കുറവ് ഈ ഒരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുണ്ട്. ദെൻ വാട്ട് ഈസ് ദ വേ ഫോർവേഡ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അയൺ ഓറല്ല ക്രൂഡ് ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസ് ഈ മേഖലയിലുള്ള പ്രൊഡക്ഷൻ കൂട്ടുക. അപ്പം അങ്ങനെയാകുമ്പോൾ എക്കണോമി കുറച്ചും കൂടി നന്നാവും. പിന്നെ കൺസോളിഡേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് അണ്ടർ ദ മോസ്പി. അതായത് ഈ പലതിന് ഇപ്പം ഇതിനകത്ത് പെട്രോളിയം ഉണ്ട്, ക്രൂഡ് ഓയിലിൽ പെട്രോളിയത്തിൻ്റെ ഡാറ്റ മേബി തരുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം റിലേറ്റഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കോളിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ, ഇതിനൊക്കെ മറ്റ് ഇൻഡസ്ട്രി ഇതായിരിക്കും. അപ്പോൾ ഇതുപോലെ പല മിനിസ്ട്രീസിൻ്റെയും ഡാറ്റാസ് നമ്മൾ ഒരു കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം കൂടി കളക്ട് ചെയ്ത് ഇനക്യുറേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് പ്രശ്നമാക്കും. അപ്പോൾ അതുകൊണ്ട് കളക്ട് ചെയ്ത് കോംപ്രഹെൻസീവ് ഡാറ്റ കളക്ഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ കീഴിൽ നടപ്പിലാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. Then the next news, first of all we need to know about the Taj Trapezium Zone. ഇതാണ് താജ് ട്രപ്പേസിയം സോൺ. ഇവിടെയാണ് താജ്മഹൽ ഉള്ളത്, ആഗ്രയിൽ. ഓക്കെ, താജ്മഹൽ ഇവിടെ ഉള്ളത്. ഇതിനിടയിൽ ഈ ട്രപ്പേസിയം എന്ന് പറയുന്ന ഒരു ഷേപ്പിൽ കുറച്ച് ഏരിയയിൽ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനൊക്കെ സുപ്രീം കോടതി ബാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഇൻഡസ്ട്രീസ് വരുത്താൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പൊല്യൂഷൻ ഈസ് എഫക്റ്റിംഗ് അവർ ഹെറിറ്റേജ് സൈറ്റ്, ദാറ്റ് ഈസ് താജ്മഹലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. താജ്മഹലിൻ്റെ ഇപ്പോൾ പ്യുവർ വൈറ്റ് ഒന്നല്ല മാർബിൾ, അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഡ്യൂ ടു ദ ആസിഡ് റെയിൻ. ചെറുതായിട്ടൊരു മൈന്യൂട്ട് ആസിഡ് റെയിൻസ് ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ആസിഡ് റെയിൻസ് മീൻസ് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ ആസിഡ് റെയിൻ വേറെ ഇതുകൊണ്ടുണ്ടാകുന്നത്, ഇപ്പോൾ നൈട്രജൻ്റെയും സൾഫറിൻ്റെ ഒക്കെ ഓക്സൈഡ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ആസിഡ് റെയിൻസ് അല്ല, പക്ഷെ മഴവെള്ളത്തിൽ ആസിഡിൻ്റെ കണ്ടന്റ് കൂടാമെന്ന് വിചാരിക്കുക. ലൈക്ക് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് എമിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ മഴ പെയ്യുമ്പോൾ അത് വെള്ളത്തിൽ ലയിച്ച് കാർബോണിക് ആസിഡായിട്ട് മാറും. അപ്പോൾ ഈ കാർബോണിക് ആസിഡ് വീക്കാണ് എങ്കിലും ഇത് താജ്മഹലിൻ്റെ വെള്ളം മാർബിളിന്മേൽ വീഴുമ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ഇറോഡ് ചെയ്തു മാർബിളൊക്കെ. ഓക്കെ, പിന്നെ നൈട്രജൻ്റെയും സൾഫറിൻ്റെ ഒക്കെ ഓക്സൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ഓക്കെ, സിറ്റുവേഷൻ കുറച്ചും കൂടി വേഴ്സ് ആവും. അപ്പോൾ താജ് ട്രപ്പേസിയം സോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ക്രിയേറ്റഡ് ടു പ്രൊട്ടക്ട് ദ താജ്മഹൽ ഫ്രം ദ പൊല്യൂഷൻ. ഏകദേശം ഒരു 10,000 സ്ക്വയർ കിലോമീറ്ററിന് ഒരു ഏരിയ ഉണ്ട്. ഇത് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ആയിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ എന്താ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള MSMEസിനെ വേണമെങ്കിൽ അവിടെ അനുവദിച്ചോ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഓക്കെ, പക്ഷെ പൊല്യൂട്ടിംഗ് ആവരുത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു, താജ്മഹലിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലൊരു ഓർഡർ വന്നിട്ടുണ്ട്, MSMEs നോൺ പൊല്യൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ബാലൻസിങ് ദ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ വിത്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റ്.
നമ്മുടെ എൻവയോൺമെൻറ്റ് മാത്രം കൺസർവ് ചെയ്യില്ലല്ലോ, ചെറിയ ചെറിയ MSMEs ഒക്കെ വന്നോട്ടെ. സോ ഇറ്റ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഈ ഒരു ജഡ്ജ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ പ്രൊമോട്ടിംഗ് ദ നോൺ പൊല്യൂട്ടിംഗ് MSMEs വൈൽ പ്രൊട്ടക്ടിങ് ദ താജ്മഹൽ എക്കോസിസ്റ്റം. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് പറഞ്ഞത് ഈ ഓർഡറിൻ്റെ കേട്ടോ. സോ ദിസ് വുഡ് അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. ട്രപ്പേസിയം സോൺ എന്താ, ട്രപ്പേസിയം സോണൊക്കെ എന്താണ്. സോ ഇതും ഓൾറെഡി പറഞ്ഞു, ഇതും ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് ജഡ്ജ്മെൻറ്റ്? ഫസ്റ്റ് തിങ് ഇസ് ദ എന്താ ജുഡീഷ്യൽ ഓവർസൈറ്റ് ഓവർ ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് MC മേത്ത കേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ സുപ്രീം കോടതി ഇടപെടൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ ഉള്ളതാണ്. ജസ്റ്റ് യു ക്യാൻ ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ, then the last news, it is about the East Asia Summit. Recently our Union External Affairs Minister Jayashankar has participated in the East Asia Summit. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. And also he participated in the 33rd ASEAN Regional Forum. എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഔട്ട്കംസ്. ഫസ്റ്റ് പറഞ്ഞു ഇന്ത്യ ഫോക്കസ് ചെയ്തേക്കുന്ന ഏരിയ. ഇന്ത്യ stressed that international sea lanes must remain safe, secure and unimpeded. അതായത് ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ബാബേൽ മണ്ഡപിൽ ഇവിടെയൊക്കെ പ്രശ്നമല്ലേ. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ എന്താ US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഈ പറഞ്ഞ പോലെ US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധം. സ്ട്രെയിറ്റ് ഓഫ് ബാബേൽ മണ്ഡലിൽ ഹൂത്തീസ് ആർ അറ്റാക്കിംഗ് ദ ഷിപ്സ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നം നടക്കുന്നത്. സോ വി നീഡ് ടു പ്രൊട്ടക്ട് ദ ഇന്റർനാഷണൽ സീ ലൈൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീഫെറേഴ്സിനെയും സിവിലിയൻ ഷിപ്പിങ്ങിനെയും ഇൻഫ്രാസ്ട്രക്ചർ, മറൈൻ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. സോ ഇന്റർനാഷണൽ ലോ ഉണ്ട്. നമുക്ക് UN ക്ലോസ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. UN ക്ലോസ് അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് സീ എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെയൊക്കെ ഡയറക്ഷൻസ് ആക്ച്വലി ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി സൗത്ത് ചൈനയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ ഇന്ത്യ ഈസ് സപ്പോർട്ടിങ് substantive, effective and legally bind code of conduct compliance with the UN clause. അതായത് ഇപ്പോൾ നിലവിൽ സൗത്ത് ചൈന ഇഷ്യൂസിൽ ചൈനയും ഫിലിപ്പീൻസ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ തമ്മിലുണ്ട്, ബ്രൂണൈ, ഇവരൊക്കെ തമ്മിൽ ചെറിയൊരു അടി നടക്കുന്നുണ്ട്. അവിടുത്തെ പല സ്ഥലങ്ങളും ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഇഷ്യൂസ് സോൾവ് ചെയ്യണമെന്ന് വി നീഡ് ടു ഫോളോ ദ UN ക്ലോസ്. കാരണം UN ക്ലോസിൽ കൃത്യം പറയുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെ കടലിലുള്ള പരിധി എവിടെ വരെയാണ് അവരുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, എവിടെ വരെയാണ് ടെറിട്ടോറിയൽ വാട്ടർ, ഇതൊക്കെ ഏത് കഴിഞ്ഞാലാണ് ഹൈ സീ വരുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ ഒരു ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ UN ക്ലോസ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു. ആൻഡ് എൻഷുവർ ദ ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡസ്ട്രിയൽ ഇൻക്ലൂസീവ് ഇൻഡോ പസഫിക് സോൺ അതായത് കുറേ ന്യൂസിൽ പറയുന്നതാണ്. ഇൻഡോ പസഫിക് സോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനും പസഫിക് ഓഷ്യൻ്റെ ഭാഗം. ഇവിടെ ആക്ച്വലി വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. സോ ദേ നീഡ് ടു ഇൻഷുവർ ഫ്രീ ആൻഡ് ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് ഇൻഡോ പസഫിക് റീജിയൻ. ദെൻ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് ഓൾറെഡി പറഞ്ഞു. വി നീഡ് ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി. US-ഉം ഇറാനും തമ്മിലുള്ള ഇഷ്യൂസ് ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. പിന്നെ മ്യാൻമാറിൽ ഇപ്പോൾ കൂപ്പ് നടക്കുന്നുണ്ട്, മിലിറ്ററി ഭരണമാണ് നടക്കുന്നത്. സോ ASEAN അഥവാ ഈ ഒരു ഓർഗനൈസേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ്. അവർ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, അതിന് ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെററിസം റിലേറ്റഡ് മേഖലയിലാണെങ്കിൽ ഓക്കെ വി ആർ ഫോളോയിങ് 0 ടോളറൻസ് ടു ദ ടെററിസം. നമ്മൾ ഒരു കാരണവശാലും ടെററിസം സമ്മതിക്കത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ല, ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു അത്രേ പറയുന്നുള്ളൂ. ഇത് ജനറലി നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിൽ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള രീതിയിൽ മെയിൻ ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിൻ്റെ ഒരു സമ്മറി പറഞ്ഞു പോകുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതുള്ളൂ. സൈബർ സെക്യൂരിറ്റി മേഖലയിലാണെങ്കിൽ വി നീഡ് ടു ഫോളോ എ കളക്റ്റീവ് ഇന്റർനാഷണൽ ആക്ഷൻ നമ്മൾ ഉറപ്പുവരുത്തിയാൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സബ്മിറ്റിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ്സ് ആണോ പറഞ്ഞത്. ലോകത്ത് പല ഇഷ്യൂസ് നടക്കുന്നുണ്ട്, ഇന്ത്യയുടെ സ്റ്റാൻഡ്സ് എന്താ ഓരോന്നിനും അതാണ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഇന്ത്യ പാലസ്തീൻ ഇഷ്യൂ ആണെങ്കിൽ വി ആർ സപ്പോർട്ടിങ് ദ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്താ, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യവും പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം രണ്ടാണ്. വി നീഡ് 2 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇസ്രായേൽ എന്ത് ചെയ്യരുത്, പാലസ്തീനെ അറ്റാക്ക് ചെയ്യരുത്, പാലസ്തീൻ ഇസ്രായേലിനെ അറ്റാക്കും ചെയ്യരുത്. കറക്റ്റ് രണ്ട് രാജ്യങ്ങളാണ്. അതിനാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ,
ടു സ്റ്റേറ്റ് സൊല്യൂഷൻ. പിന്നെ പാകിസ്ഥാൻ അനാവശ്യമായിട്ട് കുറേ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് റിജക്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ ജമ്മു കാശ്മീർ ഇഷ്യൂവിനും ഇൻഡസ് വാട്ടർ ട്രീറ്റിനും ഒരുപാട് അലിഗേഷൻസ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ. അതിലെല്ലാം ഇന്ത്യ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ദെൻ ഇന്ത്യ ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ് ഇനീഷ്യേറ്റീവ്. ഇന്ത്യ ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിൽ എന്തൊക്കെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ 7th ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ് കോൺഫറൻസ് ഓൺ മാരിടൈം സെക്യൂരിറ്റി ഇൻ കോർപ്പറേഷൻ വുഡ് ബി ഹോസ്റ്റഡ് ബൈ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ കൊച്ചിയിലായിരിക്കും 7ാമത്തെ ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിന്റെ മാരിടൈം സെക്യൂരിറ്റി കോർപ്പറേഷൻ നടക്കാൻ പോകുന്നത്. ഗുജറാത്തിലെ ലോത്തലിലായിരിക്കും ഇതുപോലെ ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിന്റെ മാരിടൈം ഹെറിറ്റേജ് ഫെസ്റ്റിവലും നടക്കാൻ പോകുന്നത്. ഇത് ഭാവിയിൽ വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്, വാട്ട് ഈസ് ദ ചലഞ്ചസ്, വേ ഫോർവേഡ്, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മതി. നത്തിങ് പുതിയതായിട്ടൊന്നുമില്ല. ഇന്ത്യയുടെ റോള് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള മാരിടൈം ഓർഡർ, പല സീഫേഴ്സിനെ അറ്റാക്ക് വരുന്നുണ്ട്, അതൊക്കെ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ASEAൻ്റെ എൻഗേജ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പീസ്ഫുൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ത്രൂ ഡിപ്ലോമസി. ഇപ്പോൾ US-ൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇറാൻ്റെ ആണെങ്കിലും ഡിപ്ലോമസി വഴി നയതന്ത്രപരമായിട്ട് നമ്മൾ സോൾവ് ചെയ്യാം. But there is existing some challenges because South China disputes. ഞാൻ പറഞ്ഞില്ലേ, ചൈനയും മറ്റു രാജ്യവും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മേക്കിംഗ് സം ചാലഞ്ചസ്. മ്യാൻമാറിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആണ്, അവിടെ മിലിറ്ററി കൂപ്പാണ് നടക്കുന്നത്. മാരിടൈം സെക്യൂരിറ്റി ത്രെറ്റ്സ്, ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, സ്ട്രേറ്റ് ഓഫ് ബാബേൽ മണ്ടൽ നടക്കുന്നുണ്ട്. പിന്നെ ക്രോസ് ബോർഡർ ടെററിസം, ഇന്ത്യ പാകിസ്ഥാനിൽ ക്രോസ് ബോർഡർ ടെററിസം നിലനിൽക്കുന്നുണ്ട്. സൈബർ ക്രൈം ആൻഡ് ഡിജിറ്റൽ ഫ്രോഡ് ഇപ്പോൾ കൊടുക്കുന്നത്, സൈബർ സെക്യൂരിറ്റി മേഖലയിൽ ഒരുപാട് ത്രെട്ട് തരുന്നുണ്ട്. സോ വാട്ട് ഇസ് ദ വേ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ASEAനുമായിട്ട് കോർപ്പറേഷൻ കൂടുതൽ ഉറപ്പുവരുത്താം. അപ്പോൾ ആ മേഖലയിൽ ഉള്ള സപ്പോർട്ട് നമുക്ക് ലഭിക്കും. സ്ട്രെങ്തൻ ദ മാരിടൈം ഡൊമൈൻ അവെയർനെസ് ആൻഡ് അതർ എൻസ് ടു ദ UN ക്ലോസ്. UN ക്ലോസ് ഞാൻ പറഞ്ഞില്ല, ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു. ആ ട്രീറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. UN ക്ലോസ്, ഓക്കെ, ആ UN സ്റ്റാറ്റിക് പോർഷനിൽ പഠിക്കുന്നതാണ്, ഇന്റർനാഷണൽ റിലേഷൻസിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ജോഗ്രഫി ഓപ്ഷനുള്ള ആൾക്കാർ ഓഷ്യനോഗ്രഫിയിൽ പഠിക്കുന്നതാണ് UN ക്ലോസ് ഒക്കെ. സോ UN ക്ലോസിൻ്റെ കാര്യങ്ങൾ അതറൻസ് ഉറപ്പുവരുത്തുക, UN ക്ലോസിൻ്റെ കാര്യങ്ങൾ. റീജിയണൽ സൈബർ സെക്യൂരിറ്റി കോർപ്പറേഷൻ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് റീജിയണൽ കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിലൊക്കെ നടക്കുന്ന കോൺഫ്ലിക്റ്റ് ഒക്കെ പീസ്ഫുള്ളി അതിൻ്റെ റെസൊല്യൂഷൻ കൊണ്ടുവരാം ആ രാജ്യങ്ങൾ തന്നെ. എങ്കിലേ നമുക്ക് നല്ല രീതിയിലൊരു ഗ്രോത്ത് ഗ്ലോബൽ ലെവലിൽ നടക്കാൻ പറ്റും. ഓക്കെ, then we are giving main answer writing question related to the today's current affairs. You can write this answer and you can send it to this mail. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാല്യൂ ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.